Hello friends, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു വെറൈറ്റി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഓഡിയോനനുസരിച്ചുള്ള BGM സെറ്റ് ചെയ്യാം, വിഷ്വലൈസർ, അതുപോലെ തന്നെ ട്രാൻസിഷനും കാര്യങ്ങളും അതുപോലെ ബബിൾസ് കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ലോവി എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവണമെങ്കിൽ നെറ്റ്വർക്ക് വേണം. അപ്പോൾ ജസ്റ്റ് നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ആഡ്സൊക്കെ വരുമ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അതിൽ ചൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, മൈ ക്രിയേഷൻ എന്നുണ്ടാവും. മൈ ക്രിയേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് ഫുൾ ഉണ്ടാവും. ചൂസ് ഇമേജിൽ പോയാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഫോൾഡർ ഉണ്ടാവുള്ളൂ, അപ്പോൾ ബാക്കി ഫോൾഡർ ഇതിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഫോൾഡറിലേക്ക് ആവശ്യമായ ഫോട്ടോസ് ഇതിൽ കാണുന്ന ഫോൾഡറിലേക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഞാനൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ക്രോപ്പ് ചെയ്യാം. സ്റ്റാറ്റസ് വീഡിയോൻ്റെ സൈസ് കറക്റ്റായി കൊടുത്തതിന് ശേഷം ക്രോപ്പ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഏത് മ്യൂസിക്കാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് BGM ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സെലക്ട് മ്യൂസിക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് താഴെ കാണുന്നുണ്ട്. മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ പാർട്ടിസിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ വീഡിയോക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട്, അപ്പോൾ ഇതിൽ അടിയിൽ 4 ടൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ മ്യൂസിക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ ഒരു 4 ടൂൾസ് താഴെ കാണുന്നുണ്ട്. ഫസ്റ്റത്തെ മ്യൂസിക് സെലക്ട് ചെയ്യാൻ, രണ്ടാമത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. മൂന്നാമത്തേൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റാറ്റസിൽ ആഡ് ചെയ്യാൻ പറ്റിയ വീഡിയോസ് ഇതിലുണ്ട്. ട്രാൻസിഷനും കാര്യങ്ങളും ബ്ലെൻഡിങ് ആയിട്ടുള്ളത്. ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ആഡ് ആവുന്നതാണ്. കണ്ടോ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളത് കളർ ഫിൽറ്ററാണ്. നമ്മുടെ ഇമേജിന് കളർ ഫിൽറ്റർ കൊടുക്കാനുള്ളതാണ്. റെഡ് മാറ്റി നമുക്കിവിടെ വേറെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫിൽറ്റർ നമ്മുടെ ഇമേജിന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് ഫിൽറ്ററാണ്. നമ്മുടെ ഇമേജിന് ഫിൽറ്ററായിട്ടുള്ള ഓരോ കളറുകൾ കൊടുക്കാനുള്ളതാണ്. ഒരുപാട് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് കളർ ഓവർലേ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള കളർ കിട്ടും. ഓക്കെ, അടുത്ത ഫ്രെയിമാണ്. നമ്മുടെ ഇമേജിന് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റസിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. നെക്സ്റ്റ് ബീറ്റ്. ഇതാണ് നമ്മുടെ ഓഡിയോക്കുള്ള ബീറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ്. നമ്മുടെ പാട്ടിനനുസരിച്ചിട്ട് ബീറ്റ് ചെയ്യും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ആണോ, അപ്പോൾ ഇത് ജസ്റ്റ് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. ഇനി ഫ്രെയിം ഒന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മോഷനാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ആനിമേഷൻ മോഷൻ കൊടുക്കാനാണ്. റാൻഡമായിട്ട് അതുപോലെ ബീറ്റ് ഷേക്കായിട്ട് ഒരുപാട് മോഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റാണ്. നമ്മുടെ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സ്റ്റാറ്റസ് വീഡിയോക്കിൽ ലിറിക്സ് ചെയ്താൽ, പക്ഷെ മലയാളം ഫോണ്ടുകൾ ഇതിൽ ആഡ് ആയിട്ടില്ല. ഓക്കെ, അടുത്തത് വിഷ്വലൈസറാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വിഷ്വലൈസർ നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോക്ക് 1 പോയാൽ ഒരു വിഷ്വലൈസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ വിഡ്ത്ത് അതുപോലെ ഹൈറ്റ് താഴത്തേക്ക് ഇട്ട് കൊടുത്ത് ഇവിടെ കൊടുന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ,
അതുപോലെ അതിൻ്റെ പൊസിഷൻ, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ നമുക്ക് നീക്കാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് ഉള്ളത്. കൈ കൊണ്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ആ ബീറ്റിൻ്റെ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ അതിൻ്റെ റൊട്ടേറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, റേഡിയസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ളതിൽ സ്റ്റൈലുകളാണ്. 1 2 3 4 അങ്ങനെ ഒരു 8-9 ബീറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഓരോ ബീറ്റ്സ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്യാൻ നമുക്ക് കൈ കൊണ്ട് ഡ്രാഗ് ചെയ്താൽ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ് പൊസിഷനും വൈ പൊസിഷനും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ബാൻഡ്സ് സ്റ്റൈൽ നോക്കി. ഓക്കെ, അത് സർക്കിളായിട്ട് ബാൻഡ് കൊടുക്കാനുണ്ട് നമ്മുടെ അതുപോലെ ഏകദേശം. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്കിതിൽ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ബാൻഡ്സിൻ്റെ വിഡ്ത്ത് കൂട്ടാനും തിക്നെസ്സൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാനും കുറക്കാനും ഉള്ള ഓപ്ഷനാണ് അടുത്ത അതിൻ്റെ കളറ് വൈറ്റ് ഉണ്ട്, റെഡ് ഇതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്ടംപോലെ കളറുണ്ട്. അപ്പോൾ വൈറ്റ് ഇടുന്ന തന്നെ ആയിരിക്കും നല്ലത് സ്റ്റാറ്റസിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുകളിൽ കാണുന്ന ഈ റിമൂവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ ആ ലോവിൻ്റെ വാട്ടർമാർക്ക് പോകും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വാച്ച് ചെയ്യാൻ വരും, വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഡ്സ് കണ്ട് ഇതുപോലെ കാണിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർമാർക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിന് ശേഷം സേവ് കൊടുക്കുക, റെൻഡർ കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ആഡ്സ് കണ്ടിട്ടുണ്ട്. അതിന് ശേഷം മുകളിലൂടെ നമ്മുടെ എക്സ്പോർട്ട് ആവുന്നത് കാണാം. അത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് നമ്മുടെ വീഡിയോ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ 30 സെക്കൻഡ് നമുക്ക് ലൈറ്റ് മോഷനിൽ കയറ്റിയതിന് ശേഷം നമുക്ക് മലയാളം ടെക്സ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് മറ്റു എഡിറ്റ്സൊക്കെ കൈൻ മാസ്റ്ററിലോ ലൈറ്റ് മോഷനിലോ ഏതിലാണെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബീറ്റ്സും കാര്യങ്ങളും അതുപോലെ സ്റ്റാറ്റസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അതിന് ശേഷം ലൈറ്റ് മോഷനൊക്കെ നമുക്ക് കയറ്റിയിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ള എഡിറ്റ്സൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലൈറ്റ് മോഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫുൾ സ്ക്രീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻസിൽ ബട്ടണിൽ ഇവിടെ പോയതിന് ശേഷം 1080 2340 കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ സ്ക്രീനിൻ്റെ സൈസോടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 ഡോട്ടിൽ പോയതിന് ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് ആക്കി കൊടുത്താൽ ഓക്കെ, കണ്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മുടെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം.